നമസ്കാരം, ഞാൻ ആൻ്റണി ടെറിൽ. സക്സസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC മാത്സിലെ CGL ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അത് ടൈം ആൻഡ് വർക്കിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. നല്ല രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്ക് ഡയറക്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? To do a certain work, A and B work on alternate days with B beginning the work on the first day. Okay? ഇനി അടുത്ത് പറയുന്നത് എന്താണ്? A alone can complete the same work in 24 days. If the work gets completed in 11/1/3 days, then B alone can complete the 7/9 part of the original work in. Okay? ഒന്നുകൂടി നിങ്ങൾ മനസ്സിരുത്തി വായിച്ചു നോക്കിയേ. ഇവിടെ എന്താ പറയുന്നത്? എയും ബിയും കൂടിയിട്ട് ആൾട്ടർനേറ്റ് ഡേയ്സിൽ ഈ വർക്ക് ചെയ്യുവാണെങ്കിൽ അവർ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡേയ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? 11/1/3 ഡേയ്സ് എന്നുള്ള ഒരു ക്ലോസും കൂടി ഉണ്ട്. എന്താണ്? ബി ആണ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി ഇവർ പറഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്കാണ് ഈ വർക്ക് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊടുക്കും? 24 ഡേയ്സ്. ഓക്കെ, ക്ലിയർ? ഇനി ബി ഒറ്റയ്ക്ക് ഈ വർക്കിൻ്റെ 7/9 കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഒരാളുടെ എഫിഷ്യൻസി പിന്നെ ഇൻറ്റു അയാളെടുക്കുന്ന സമയം അല്ലേ? ഓക്കെ, ഇവിടെ നോക്കിയണം മക്കളെ. ഇവിടെ സെയിം വർക്ക് തന്നെ രണ്ട് കൂട്ടർ ചെയ്യുന്നുണ്ട് അല്ലേ? ഒന്ന് എ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട് 24 ദിവസം കൊണ്ട്. പിന്നെ എന്താണ്? എയും ബിയും കൂടി ഈ വർക്ക് ചെയ്യുന്നുണ്ട് ആൾട്ടർനേറ്റ് ഡേയ്സിൽ. അപ്പോൾ നോക്കിയ മോനെ, ഇവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം നമുക്ക് എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, നമുക്കറിയാവുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വർക്ക് രണ്ട് കൂട്ടരും ചെയ്യുന്നത്. ഈ ടോട്ടൽ വർക്ക് കോൺസ്റ്റൻ്റ് ആണ്, സെയിം ആണ്. ഇവിടെ സിമ്പിളായിട്ട് നമുക്കറിയാം, ഇവിടെ എഫിഷ്യൻസി രണ്ട് കൂട്ടരും തന്നിട്ടില്ല. ഓക്കെ, സപ്പോസ് ഞാൻ എയുടെ എഫിഷ്യൻസി എ ആയിട്ടും ബിയുടെ എഫിഷ്യൻസി ഞാൻ ബി ആയിട്ടും എടുക്കുകയാണ്. ഓക്കെ, രണ്ടുപേരുടെയും ഞാൻ എഫിഷ്യൻസി എടുത്തു. ഇനി നമുക്കറിയാം എ 24 ദിവസം ഒറ്റയ്ക്ക് ഈ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ എടുക്കുന്ന സമയം, എ എടുക്കുന്ന എഫിഷ്യൻസി 24 × A. ഇനി അതേപോലെ തന്നെ ഇവിടെ ആൾട്ടർനേറ്റ് ഡേയ്സിൽ അവർ ചെയ്യുന്നുണ്ടല്ലേ? ആൾട്ടർനേറ്റ് ഡേയ്സിലാണ് ചെയ്യുന്നത്. നോക്കിയേ, ബി ആണ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ബി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾട്ടർനേറ്റ് ഡേയ്സ് ആയതുകൊണ്ട് ബി എങ്ങനെയായിരിക്കും ഈ വർക്കിൻ്റെ ഫ്ലോ നടക്കുന്നത്? ഒന്നാമത്തെ ദിവസം ബി വർക്ക് ചെയ്തു, പിന്നെ മൂന്നാമത്തെ ദിവസം വർക്ക് ചെയ്തു, പിന്നെ അഞ്ചാമത്തെ ദിവസം. ഓഡ് ഡേയ്സിലാണ് എന്ത്? ബി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം 11 വരെ പോയി കഴിഞ്ഞാൽ 11ാം ദിവസം വരെ പോയി കഴിഞ്ഞാൽ ബി എത്ര ദിവസം ഇവിടെ വർക്ക് ചെയ്യും? 6 ദിവസം വർക്ക് ചെയ്യും. ബി എത്ര ദിവസം വർക്ക് ചെയ്യും? 6 ദിവസം വർക്ക് ചെയ്യും. എത്ര ദിവസമായിരിക്കും വർക്ക് ചെയ്യുന്നത്? 11ാമത്തെ ദിവസം വരെ പോയി കഴിഞ്ഞാൽ ഈവൻ ഡേയ്സിലാണ് എ വർക്ക് ചെയ്യുന്നത്. 2ാമത്തെ ദിവസം, 4ാമത്തെ ദിവസം, 6ാമത്തെ ദിവസം, 5 ദിവസമായിരിക്കും എ എടുക്കുന്നത്. പ്ലസ് ഒരു അഡീഷണൽ എന്താ? 1/3 ഡേയ്സും കൂടി എടുക്കുന്നുണ്ട്. സോ എ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് എന്താണ്? 5 1/3 ഡേയ്സ്. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 16/3 ഡേയ്സ് ആണ് എന്ത് എ എടുക്കുന്നത്. ആൾട്ടർനേറ്റ് ഡേയ്സിലെ കാര്യമാണ്. ഇനി ഇവിടെ നോക്കി, ഇനി ഇവരുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും? നോക്കി, എ എടുക്കുന്ന ദിവസം എത്രയാണ്? 16/3. ഇനി എയുടെ എഫിഷ്യൻസി എത്രയാണ്? എ. ഇതെന്തായിരിക്കും? ആൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്യുന്ന സമയത്ത് എയുടെ വർക്ക്. ഇനി അതുപോലെ ബിയുടെ കാര്യം എടുത്തേ. ബി എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 6 × ബി. ഇത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ടോട്ടൽ വർക്കാണ്. നമുക്കറിയാം എ ഒറ്റക്ക് വർക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന ദിവസം 24 A. ഇവരെടുക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന എന്താണ്? ടോട്ടൽ വർക്ക്. ഇത് രണ്ടും എന്താണ് മോനെ? സെയിം അല്ലേ? സോറി, 16/3. ഇനി അതൊന്ന് സിംപ്ലിഫൈ ചെയ്തേ. നോക്കിയേ, എല്ലാത്തിലും നമുക്കറിയാം 2 എന്ന് പറയുന്ന കോമൺ ഫാക്ടറാണ്. 2 ഇതിൽ 12 ടൈംസ്, ഇതിൽ 8, ഇതിൽ എത്ര കിട്ടും? 3. ഇനി 3 ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 8A +
9b എന്ന് പറഞ്ഞ് കിട്ടും. ഡിവൈഡ് ബൈ എന്താണ് 3. ആ 3നെ ഞാൻ ഇങ്ങോട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 36a എന്ന് പറഞ്ഞ് കിട്ടും. ഈ 8a ഇങ്ങോട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 36ൽ നിന്ന് 8 പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 28a ഈക്വൽ ടു 9b. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ബി എലോൺ കംപ്ലീറ്റ് എന്നാണ്, ബിയുടെ രീതിയിലാണ്. അപ്പം എന്ത് ചെയ്യുക? സി, ടോട്ടൽ വർക്കിനെ ബിയുടെ ടേംസിലേക്ക് മാറ്റുക. നമുക്കിവിടെ അറിയാവുന്ന എന്താ? ടോട്ടൽ വർക്കിനെ എയുടെ ടേംസിൽ മാത്രം നമുക്കറിയാവുന്നുള്ളൂ. സോ ഇത് നോക്കി, ബിയുടെ ടേംസിലേക്ക് മാറ്റണമെന്ന് നമുക്കറിയാം. എ എന്ന് പറയുന്നത് എന്താണ്? 9/28b ആണ്. ഇസ്ന്റ് ഇറ്റ് സോ? ഇനി ഇവിടെ നോക്കിയേ, നമുക്കറിയാം നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? എയുടെ ടൈംസിൽ 24a. ബിയുടെ ടൈംസിലേക്ക് മാറുമ്പോൾ എങ്ങനെ കിട്ടും? 24 × 9/28. ഓക്കെ, ബി. ഇത് എന്താണ്? ടോട്ടൽ വർക്കാണ്. ഇൻ ടേംസ് ഓഫ് എന്താണ്? ബി ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ ടോട്ടൽ വർക്കിൻ്റെ 7/9 ആണ് ചോദിച്ചിരിക്കുന്നത്. 7/9. ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയ മോനെ, 9 ഇവിടെ ക്യാൻസൽ ആവും. 7 28ൽ എത്ര ടൈംസ് പോവും? 4 ടൈംസ്. 4 24ൽ എത്ര കിട്ടും? 6. നമുക്ക് എന്ത് കിട്ടും? 6b എന്ന് പറഞ്ഞ് കിട്ടും. നമുക്കറിയാം ഇത് എന്ന് പറയുന്ന എഫിഷ്യൻസിയാണ് എന്ത്? ബിയുടെ. സോ ഇതെന്തായിരിക്കും മോനെ? ഡേയ്സ് ആയിരിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 6 days. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇച്ചിരി സമയം എടുത്തു എന്നേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ക്ലിയർ? ഒന്നുമില്ല. ഈ പ്രോബ്ലത്തിൽ നമ്മൾ ആയെക്കൂടി ഒറ്റൊരു കാര്യം ചെയ്തിട്ടുള്ളൂ. എന്താണ്? നമുക്ക് ടോട്ടൽ വർക്ക് രണ്ടാൾക്കാരുടെ അറിയാം, അവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്തു. എഫിഷ്യൻസി നമുക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമുക്കിവിടെ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മുടെ എയുടെ എഫിഷ്യൻസി എ ആയിട്ടും ബിയുടെ എഫിഷ്യൻസി ബി ആയിട്ടും എടുത്ത് നമ്മൾ, അല്ലെങ്കിൽ എക്സും വൈ ഇട്ട് സോൾവ് ചെയ്താലും മതി, വാട്ട് എവർ സോ ചെയ്തു. ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഒറിജിനൽ വർക്കിൻ്റെ 7/9 ഓഫ് ബിയുടെയാണ് ചോദിച്ചിരിക്കുന്നത്. ബിയുടെ ടൈംസിലാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? ടോട്ടൽ വർക്കിനെ നമ്മൾ എന്ത് ചെയ്തു? ബിയുടെ ടൈംസിലേക്ക് മാറ്റി സോൾവ് ചെയ്തു. ക്ലിയർ ആയോ? ഗുഡ്. അങ്ങനെയാണെങ്കിൽ SSCയിൽ ചോദിച്ചിട്ടുള്ള, ഇത് 2020 ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. സെയിം ടൈപ്പ് തന്നെയാണ്. ഇത് നിങ്ങളൊന്ന് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എത്രത്തോളം മനസ്സിലായി എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നത് 27 ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ചെയ്തു നോക്കുക. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ എക്സാംസ്. സി യു.